ക്രിസ്തുയേശുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. കൾട്ടുകൾ എന്നാൽ എന്ത് എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ അത്യാവശ്യമായി വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൾട്ടുകളെ കുറിച്ചൊരു പഠനം നടത്തുവാൻ താല്പര്യപ്പെടുന്നത്. കൾട്ടുകൾ എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എന്നാൽ നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. കൾട്ടുകളെ കുറിച്ച് നമ്മൾ പഠിക്കാതിരിക്കുന്ന പക്ഷം നമ്മൾ അതിൽ ഉൾപ്പെട്ടു പോയാലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകും. അപ്പോൾ അതുകൊണ്ട് കൾട്ടുകൾ എന്നാൽ എന്ത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു പഠനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. കൾട്ടുകൾ എന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ഏതാണ്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാധനമാണെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ കൾട്ട് എന്ന ഇംഗ്ലീഷ് പദത്തിന് തത്തുല്യമായ ഒരു മലയാളം പദം ലഭിക്കുക അസാധ്യമാണ്. അന്ധമായ അനുസരണമെന്നോ അന്ധമായ അനുകരണമെന്നോ ഒക്കെ നമുക്ക് വ്യക്തമാക്കാമെങ്കിലും കുറച്ചധികം വിശദീകരണത്തിലൂടെ മാത്രം അതിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കാൻ കഴിയത്തക്ക നിലയിൽ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ് കൾട്ട് എന്ന പദം. എന്ന് പറഞ്ഞാൽ കൾട്ടുകൾ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണോ അത്ര തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് ആ പദത്തിന്റെ പഠനം പോലും. ഇന്ന് ഞാൻ കൾട്ടുകൾ എന്നതിനെ കുറിച്ചൊരു ചെറിയൊരു വിശദീകരണം തരാൻ ശ്രമിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ TPM എന്ന സംഘടനയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് TPM ഒരു കൾട്ടാണെന്ന തിരിച്ചറിവ് ഈ ഉള്ളവനുണ്ടാകുന്നത്. അപ്പോൾ തന്നെ ഭയങ്കര ബഹളങ്ങൾ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടായി. ഞാൻ പറയുന്നത് തെറ്റാണ്, ഒരു വലിയ വിശുദ്ധമായ സംഘടനയ്ക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കോളിളക്കം ഉണ്ടാക്കി. TPM-കാര് പറഞ്ഞു എനിക്കിപ്പോൾ ദൈവിക ന്യായവിധി വരും, അങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ ഉണ്ടാകും. ഇതൊക്കെ ചുമ്മാ ആൾക്കാരെ പറഞ്ഞ് ഇവർ വിരട്ടുന്ന ഇവരുടെ നമ്പറുകളാണ് എന്ന് ഇപ്പൊ ആൾക്കാർക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ശരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് പഠനം ആരംഭിക്കുമ്പോഴാണ് ഇതൊരു കൾട്ടാണെന്നും ഇതൊരു ദുരുപദേശ പ്രസ്ഥാനമാണെന്നും ഇതിന് ബൈബിളുമായിട്ട് പറയത്തക്ക ബന്ധമൊന്നും ഇല്ല എന്നും എനിക്കിത് മനസ്സിലാവും. അപ്പോഴാണ് പിന്നീട് ആൾക്കാർ ആവശ്യപ്പെട്ടത് എന്താണ് കൾട്ട് എന്നതിനെ കുറിച്ച് ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കണം എന്നുള്ളത്. പിന്നീട് ഞാൻ കൾട്ട് എന്നതിനെ കുറിച്ച് ജനത്തിന്റെ മധ്യത്തിൽ എങ്ങനെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചൊരു പഠനം നടത്തി. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടുതൽ ഗ്യാപ്പ് വീണത് ഇച്ചിരി തിരക്കായി പോയത് കൊണ്ടാണ്. ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ജീവനോട് ഇരിപ്പുണ്ടോ അതോ ന്യായവിധി വല്ലതും വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിത് തിരക്കായി പോയത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഒന്ന് കാര്യത്തെക്കുറിച്ചൊന്ന് പഠിക്കണം, രണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം, പിന്നെ എഡിറ്റ് ചെയ്യണം, പിന്നെ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ ലഭിച്ചാലേ ടൈം കിട്ടിയാലേ ചെയ്യാൻ കഴിയും. അല്ലാതെ ചില ആൾക്കാർ ചെയ്യുന്ന പോലെ പെട്ടെന്ന് മൊബൈൽ എടുത്തങ്ങോട്ട് വെക്കുക, വായി തോന്നിയത് പറയുക, പിന്നെ അതിനെ അപ്പോഴും തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇതിന് വേണ്ടിയിട്ട് റിസ്ക് എടുത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം കാലതാമസം വന്നു. ദയവായി ദൈവമക്കൾ ക്ഷമിക്കുക. TPM-നെ കുറിച്ചുള്ള അവരുടെ പുസ്തക വിശദീകരണങ്ങളൊക്കെ വരും, വീഡിയോസിൽ വരും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് അറിയേണ്ടുന്ന ഗൗരവമായ കാര്യം ഈ കൾട്ട് എന്നാൽ എന്ത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു കൾട്ട് എന്ന് പറയുന്നത് ഒരന്ധമായ അനുകരണം അല്ലെങ്കിൽ അന്ധമായ അനുസരണം എന്ന് നമുക്ക് പറയാം. ഇനി കുറച്ച് വിശദീകരണങ്ങളിലൂടെയാണ് ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കൾട്ട് എന്നതിന് രണ്ട് സെൻസ് ഉണ്ട്. ഒന്ന് ഒരു ബ്രോഡ് സെൻസ്, ഒരു വിശാലമായ അർത്ഥം. രണ്ട് ഒരു നാരോ സെൻസ്, ഒരു ഇടുങ്ങിയ അർത്ഥം എന്ന് നമുക്ക് എടുക്കാം. വിശാലമായ അർത്ഥം എന്ന് പറയുമ്പോൾ അതിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉൾപ്പെടും, മറ്റു തരം മതങ്ങൾ ഉൾപ്പെടും, മറ്റു തരം ഫിലോസഫീസ് ഉൾപ്പെടും. ഇങ്ങനെ ലോകത്തിലെ എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തി പഠിക്കേണ്ടതായി. അപ്പോൾ അത് ഞാനൊന്ന് ഒഴിവാക്കിയിട്ട് നാരോ സെൻസ്, ക്രിസ്ത്യാനിറ്റിക്ക് അകത്തെ കൾട്ട് എന്നതും കുറച്ചുകൂടി നാരോ ഡൗൺ ചെയ്ത് വചനത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന കൾട്ടുകൾ എന്ന നിലയിലാണ് ഞാനിപ്പോൾ പഠനം നടത്തുവാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഞാൻ ഇന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും
അപകടം പിടിച്ചൊരു കൾട്ടാണ് TPM എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നർത്ഥം. നമുക്കറിയാം, കള്ളനോട്ടുകൾ ചിലരുടെ കയ്യിൽ കിട്ടിയാൽ അവരുടെ കയ്യിൽ തട്ടുമ്പോൾ തന്നെ അവർ പറയും ഇത് വ്യാജനാണ്. എന്നാൽ അത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ അവർക്ക് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല. അവരുടെ കയ്യിൽ അത് തട്ടുമ്പോൾ അവർക്കറിയാം അതൊരു വരമാണ്. ഇതുപോലെ ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടുന്ന അത്യാവശ്യം വരമാണ് വിവേചന വരം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഉള്ളൊരു വരമല്ല, വിവേചന വരം. ആ വിവേചന വരമുള്ളവർക്ക് ഒരെണ്ണം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അവർക്ക് മനസ്സിലാകും ഇത് വ്യാജനാണ് എന്ന്. ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ ആ വരത്തിന്റെ ഇല്ലായ്മ കാരണം ഞാൻ TPM-നെ നാളിതുവരെ മനസ്സിലാക്കിയിരുന്നില്ല അതൊരു കൾട്ടാണ് എന്ന്. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല, ഇവരുടെ എഴുത്തുകൾ ഓരോന്ന് വായിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് അവകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ആയിരക്കണക്കിന് ജനത്തെയാണ് നരകത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൾട്ട് എന്നതിനെ കുറിച്ചൊരു പഠനം അല്ലെങ്കിൽ അതെന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത് ഒരു അത്യന്താപേക്ഷിതമായ വിഷയമായി പരിണമിക്കുകയാണ്. അപ്പൊ കൾട്ട് എന്നത് ഞാൻ പറഞ്ഞു, ബ്രോഡ് സെൻസിൽ ലോകത്തിലെ സകല സംസ്കാരങ്ങളെയും സകല ഫിലോസഫികളെയും രാഷ്ട്രീയ പാർട്ടിക്കാരെയും മതങ്ങളെയും ഒക്കെ ഇതിനകത്ത് കൊണ്ടുവരേണ്ടി വരും. ഞാൻ അതങ്ങ് ഒഴിവാക്കി. ക്രിസ്ത്യാനിറ്റിയിലെ കൾട്ട് എന്നതിനെയും ഒഴിവാക്കി വചനത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന കൾട്ടുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. അതിൽ ഒന്ന് TPM ആണെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ അതിന്റെ സവിശേഷതകളെ കുറിച്ച് പറയാം. കൾട്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു അതോറിറ്റേറ്റീവ് ലീഡർ ഉണ്ടായിരിക്കും. ക്രിസ്തുവിൽ നിന്ന് മാറി മറ്റൊരു ലീഡർ ഉണ്ടാകുമ്പോഴാണ് കൾട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ക്രിസ്തുവിൽ നിന്ന് മാറി മറ്റൊരു ലീഡർ എന്ന് പറയുമ്പോൾ വചനത്തിൽ നിന്ന് മാറി മറ്റൊരു നേതാവ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. നമുക്കറിയാം, ലോകത്തിലെ എല്ലാ കൾട്ടുകൾക്കും ഒരു ലീഡർ ഉണ്ടാവും. യഹോവ സാക്ഷിക്കാർ അറിയപ്പെട്ട ഒരു കൾട്ടാണ്. അവർക്കൊരു ലീഡർ ഉണ്ട്, റസല എന്ന് പറഞ്ഞാൽ റസൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് യഹോവ സാക്ഷിക്കാരന്റെ വേദവാക്യം. അതുപോലെ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കൾട്ടുണ്ട്. അവരുടെ പ്രത്യേകത LNG വൈറ്റ് എന്നൊരു മദാമയുണ്ട്. അവരെന്ത് പറഞ്ഞു അതാണ് അവരുടെ വേദവാക്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റാഡൽഫിയ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അത് ഡോക്ടർ ജോൺ തോമസ് ആണ് അതിന്റെ നേതാവ്. അയാൾ എന്ത് പറയുന്നു അതാണ് അവരുടെ വേദവാക്യം. അതുപോലെ കൊറിയക്കാരനായ ഒരു മൂൺ, അയാളും അയാളുടെ ഭാര്യയും ചേർന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് യൂണിറ്റേറിയൻ ചർച്ച്. ഇങ്ങനെ ലോകത്തിൽ അനേകം വ്യക്തികളാൽ ഉണ്ടാക്കപ്പെട്ട പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനങ്ങൾ അപകടം പിടിച്ചതാണ്. കാരണം ഇവരുടെ പ്രത്യേകത, ഇവർ ബൈബിളിനേക്കാൾ അല്ലെങ്കിൽ ബൈബിളിനോളം പ്രാധാന്യം നൽകുന്ന മറ്റ് ലിറ്ററേച്ചറുകൾ ഉണ്ടാവും. ആ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഒഥോറിറ്റേറ്റീവ് ലീഡർ എന്നിവരെ അംഗീകരിക്കുന്ന വ്യക്തികളുടേതാണ്. റസൽ എഴുതിയ പുസ്തകങ്ങൾ ചേർത്തു വച്ച് പഠിച്ചാണ് അവരവരുടെ ഉപദേശം നിലനിർത്തുന്നത്. ആ പുസ്തകമില്ലെങ്കിൽ അവര് പറയുന്ന മതത്തിന്, അവരുടെ കൾട്ടിന് നിലനിൽപ്പില്ല. വചനം മാത്രം വെച്ച് അവർ സംസാരിക്കില്ല. അവർ പറയും ഞങ്ങൾ വചനമാണ് സംസാരിക്കുന്നതൊക്കെ പറയും. പക്ഷേ ആ വചനത്തോട് ചേർത്ത് ഇവർ ഒരു ഇണപ്പുസ്തകം വച്ചിരിക്കും. ആ പുസ്തകത്തിനകത്താണ് ഇവരുടെ ദുർവ്യാഖ്യാനങ്ങളുടെ കൂമ്പാരം ഇരിക്കുന്നത്. ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ബൈബിൾ കയ്യിൽ വച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ ചെയ്യുന്നത് റസലിന്റെ പുസ്തകത്തിന്റെ വ്യാഖ്യാനമാണ്. ഇതുപോലെ തന്നെയാണ് LNG വൈറ്റ് എഴുതിയ 1,00,000-ഓളം പേജുകൾ വരുന്ന എഴുത്തുകളുണ്ട്. അവകൾ വിട്ടൊരിക്കലും സെവന്ത് ഡേക്കാര് മുമ്പിലോട്ട് പോകാറേയില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ലീഡറാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂ, TPM-ന് ഒരു ലീഡറുണ്ട്. അത് ശ്രീമാൻ രാമൻകുട്ടിയാണ്. പിൽക്കാലത്ത് പാസ്റ്റർ പോൾ എന്ന പേരിൽ അറിയപ്പെട്ട രാമൻകുട്ടിയാണ്. രാമൻകുട്ടി അപകടകാരി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ രാമൻകുട്ടിക്കുണ്ടായ ദർശനവും ദൈവവിളിയും ഒക്കെ
നമുക്ക് മാന്യതയുള്ളതായി തന്നെ പരിഗണിക്കേണ്ടി വരും. പക്ഷെ അവിടെ നിന്ന് മുമ്പിലോട്ടുള്ള അദ്ദേഹത്തിന്റെ യാത്ര പരാജയം തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി കൂടെ കൂടിയ ആള് ആൽവിനാണ്. അയാളുടെ കടന്നുവരവോടുകൂടി വാസ്തവത്തിൽ ഈ സംവിധാനം തന്നെ ഒരു കൾട്ടായി മാറി. ഇന്ന് TPM അനുവർത്തിക്കുന്ന സകല ഉപദേശങ്ങളും പാസ്റ്റർ ആൽവിന്റെ സംഭാവനകളാണ്. പക്ഷെ ആൽവിനെ ഇവർ പുറത്താക്കിയതോടുകൂടി ആൽവിന്റെ സംഭാവനകളെ ഇവർ പാസ്റ്റർ പോളിന്റെ തലയിൽ വെച്ച് കെട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാമൻകുട്ടിയുടെ പേരിൽ ഇത് അറിയപ്പെടുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായും ഇതിനെ സ്വീകരിപ്പാൻ തയ്യാറാകും. ഇതിൽ പ്രധാനപ്പെട്ട ഉപദേശങ്ങളെല്ലാം തന്നെ പാസ്റ്റർ ആൽവിന്റേതാണ്, രാമൻകുട്ടിയുടെ പേരിൽ ഇവർ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവർ ബൈബിളിനോടുകൂടെ ചേർത്ത് വെച്ച് പഠിക്കുന്നത് പോളിന്റെ പുസ്തകങ്ങളും അതിനോട് ചേർത്ത ഉപദേശങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, എന്താണ് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്നുള്ളതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിനകത്ത് മുഴുവൻ ഇവർ പോളിനും ആൽവിനും ഉണ്ടായ കാഴ്ചപ്പാടുകളെ എഴുതി വച്ചിരിക്കുക. ദൗർഭാഗ്യവശാൽ അവകൾക്ക് വചനവുമായി പുലബന്ധം പോലുമില്ല. പക്ഷെ ഈ ലീഡർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഇത് എഴുതിയേ പറ്റൂ. വളരെ ശ്രദ്ധിച്ചറിയേണ്ട ഒരു കൾട്ടിന്റെ പ്രത്യേകതയാണ്, അവരുടേതായ എഴുത്തുകൾ അവർക്കുണ്ടാകും, അവരുടേതായ സാഹിത്യങ്ങൾ അവർക്കുണ്ടാകും. വിശ്വാസികളെ അവർ നിർബന്ധിക്കുന്നത് ആ എഴുത്തുകൾ വായിക്കാനാണ്. അതിന് പുറത്തുനിന്ന് ഒന്നും വായിക്കാൻ അവർ വിശ്വാസികളെ അനുവദിക്കില്ല. ഇനി ദൗർഭാഗ്യവശാൽ ഇതിനകത്ത് കിടക്കുന്ന 90% ആൾക്കാർക്കും ഈ പുസ്തകങ്ങളെ കുറിച്ച് പോലും ധാരണയില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആ ലിറ്ററേച്ചറുകളെ കുറിച്ച് പോലും വ്യക്തമായി വായിച്ചിട്ടില്ലാത്തവരാണ് 90% ബിലീവേഴ്സ്. കാരണം ഞാൻ അതിനകത്ത് 20 കൊല്ലം നിന്നയാളാണ്. ഞാൻ ഒരു പുസ്തകം പോലും വായിച്ചിരുന്നില്ല. സൺഡേ സ്കൂളിന് അവര് പെന്റക്കോസ്റ്റ് എന്ന് പറഞ്ഞ മാസിക 15ാം ക്ലാസ്സിൽ പഠിപ്പിക്കും. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഈ പുസ്തകങ്ങളുടെ തന്നെ ഒരു സമാഹാരമാണ് ഇവർ സൺഡേ സ്കൂളിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ. ഞാൻ ആ പുസ്തകങ്ങൾ കൈവശമാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അവകളിൽ നിന്നും ഇവകളുടെ ഭിന്നതകൾ എവിടെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം നമുക്ക് നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒറിജിനൽ വചനം എന്ത് പറയുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ രണ്ട് കാര്യം ഒരുമിച്ച് പോകും. കൾട്ടിന്റെ പഠനം എന്താണെന്ന് ജനത്തിന് മനസ്സിലാകും. അറ്റ് ദ സെയിം ടൈം തിരുവെഴുത്ത് പറയുന്നത് എന്താണെന്നും ജനത്തിന് മനസ്സിലാവും. എന്നെ ദൈവം TPM നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിലനിർത്തിയിരിക്കുന്നതിന് വചനമൊക്കെ പഠിപ്പിച്ച് നിലനിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ആ ഉദ്യമം ഞാൻ തീർത്തിട്ട് മാത്രമേ മരിക്കുകയുള്ളൂ എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഉദ്യമത്തിലേക്ക് മുതിരുകയാണ്. അപ്പൊ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഒരു നേതാവാണ് ഇതിന്റെ ശാപം എന്ന് പറയുന്നത്. ഈ നേതാവ് പറയുന്നത് ജനം കേൾക്കും. അത് നേതാവ് പറയുമ്പോൾ തന്നെ അത് വചനത്തിൽ നിന്നൊരു അല്പം എടുക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അത് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു വീലുള്ള വിമാനം പോലെ എന്ന് പറഞ്ഞാൽ ഇത് ആകാശത്തുനിന്ന് പറന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അത്യാവശ്യം വിമാനത്തിന് 3 ചക്രങ്ങൾ വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിൻഭാഗത്തായി 2 ചക്രങ്ങളും എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുമ്പോൾ 2 ചക്രം മാത്രമല്ല, അതിന് കൂടെ എക്സ്ട്രായും ഉണ്ട്. എന്നാലും 2 സെറ്റ് ചക്രങ്ങളും മുന്നിൽ 1 ചക്രവും. അപ്പോൾ ഇത്രയും വന്നാണ് ഈ വിമാനം ലാൻഡ് ചെയ്യുന്നത്. ഇത് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഇതിൽ മുൻഭാഗത്തെ ചക്രമില്ലെങ്കിൽ പോലും ഇത് വലിയ അപകടം വരുത്തി വെക്കും. പിൻഭാഗത്തെ 2 സെറ്റുള്ളതിൽ ഏതെങ്കിലും ഒരു സെറ്റ് ഇല്ലെങ്കിൽ അപകടം വരുത്തി വെക്കും. അതുപോലെയാണ് ഇവരുടെ ഉപദേശ സംവിധാനം. എന്ന് പറഞ്ഞാൽ വിമാനം ഓക്കെയാണ്, ഇതിന് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ലാൻഡ് ചെയ്താൽ ചക്രം ഒരെണ്ണത്തിന്റെങ്കിലും കുറവുണ്ടെന്ന കാരണത്താൽ ഇതും ടോട്ടൽ ലോസിലേക്ക് സാധനം പോകും. മുഴുവൻ ആൾക്കാരുടെയും ജീവൻ ഇത് അപകരിക്കും എന്നുള്ളതാണ് ഒരു ചക്രം ഇല്ലാത്തതിന്റെ കുഴപ്പം. നമ്മൾ നോക്കുമ്പോൾ ഇതിന് ഒരു കുഴപ്പമില്ല, പക്ഷെ ഇത് സേഫായി ലാൻഡിങ് സാധ്യമല്ല. ഒരു ചിറകില്ലാത്ത പക്ഷിയെ പോലെ പക്ഷിയാണ്. കാലുണ്ട്, തൂവലുണ്ട്, ചുണ്ടുണ്ട്, ചിറകുണ്ട്, പക്ഷെ പറക്കാൻ കഴിയില്ല.
കാരണം ഇതിന് ഒരു ചിറകില്ല. ഇതൊരു പ്രതിസന്ധിയാണ്. ഇതുപോലെയാണ് കൾട്ടുകളുടെ ഒരു പ്രത്യേകത. ഇത് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യും. നോട്ടത്തിൽ ഒരു വ്യത്യാസവും ഇതിന് മനസ്സിലാവുകയുമില്ല. പക്ഷേ ഇത് അടിസ്ഥാനപരമായ ബുദ്ധിശൂന്യതയാണ്, അടിസ്ഥാനപരമായ നാശം വിതയ്ക്കുന്നതാണ്. ഇവകൾ നമ്മൾ തിരിച്ചറിയുവാൻ ഒരല്പ റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമ്പർ 1, ഒരു അതോറിറ്റേറ്റീവ് ലീഡർ. അപ്പൊ TPM-ന് അത്തരത്തിലൊരു ലീഡർ ഉണ്ട്. നിങ്ങൾ നോക്കൂ, ഷാരോൻ അങ്ങനെ ലീഡർ ഉണ്ടോ? ഇല്ല. ചർച്ച് ഓഫ് ഗോഡിനുണ്ടോ? ഇല്ല. AGക്കോ IPCക്കോ സ്വതന്ത്ര സംഘടനകൾക്കോ ഉണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രസിഡന്റ് ഇല്ല, സൂപ്രണ്ട് ഇല്ല എന്നുള്ളത് അല്ലി പറയുന്നേ. അത് സഭയുടെ തൽക്കാലത്തേക്കുള്ള നടത്തിപ്പിന് വേണ്ടിയുള്ള സംഘടനയുടെ നേതൃത്വമാണ്. ഇവരാരും പറയുന്ന ഉപദേശങ്ങളോ ഇവരാരും പറയുന്ന അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളോ തിരുവഴുത്തിനോട് മാച്ച് ചെയ്ത് വെച്ച് പഠിച്ചിട്ടല്ല ഈ ഒരു പ്രസ്ഥാനങ്ങളും നിലനിൽക്കുന്നത്. ഈ എല്ലാ പ്രസ്ഥാനവും നിലനിൽക്കുന്നത് വചനാധിഷ്ഠിതമാണ്. അതുകൊണ്ട് IPC പ്രസിഡന്റിന് ഒരു പുസ്തകം എഴുതിക്കൂടുന്നില്ല, AG സൂപ്രണ്ടിന് ഒരു പുസ്തകം എഴുതിക്കൂടുന്നില്ല. ഈ എഴുതിയിരിക്കുന്ന പുസ്തകത്തിന് തിരുവഴുത്തുമായി ഒത്തുവരാതെ പോയാൽ അത് കൃത്യമായും അതിലെ വിശ്വാസികൾ, സഹശുശ്രൂഷകർ ഒക്കെ ചോദ്യം ചെയ്യും. അതിൽ തിന്മയുണ്ടെന്ന് വരികിൽ, അതിൽ ഉപദേശ പിശകുണ്ടെന്ന് വരികിൽ ആ ഉപദേശിക്ക് അത് പിൻവലിക്കേണ്ടതായി വരും. ഇല്ലെങ്കിൽ അയാൾ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായും വരും. അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് ഉപദേശിമാരുണ്ട്. പക്ഷേ ഉപദേശത്തിൽ കൃത്യമായ പിശകുകളുണ്ടെന്ന് 100% ഉറപ്പുവരുത്തിയാലും പാസ്റ്റർ പോളിനെ പുറത്താക്കാൻ പറ്റില്ല. പാസ്റ്റർ ആൽവിനെ പുറത്താക്കി. ഏത് സാഹചര്യത്തിൽ? ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്ന സാഹചര്യത്തിൽ. എന്ന് പറഞ്ഞാൽ അയാള് വിശുദ്ധനായി ഏദൻ തോട്ടത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞ് വസ്ത്രം അഴിച്ചു വെക്കുകയും അയാളുടെ കൂടെ പല സ്ത്രീകളും വസ്ത്രം അഴിച്ചു വെക്കുകയും അവസാനം ഫ്രീ സെക്സിലേക്ക്, ശാരീരിക ബന്ധത്തിലേക്ക് പോവുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ഇനി സഭയ്ക്കകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഉചിതമല്ലെന്ന് തോന്നിയിട്ടാണ് പാസ്റ്റർ ഫ്രെഡിയും ടീമുകളും അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിച്ചത്. അയാൾ പിന്നീട് സാൽവേഷൻ ആർമിയിൽ അങ്ങനെ കണ്ടോ പോയി എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ഒടുവിലത്തെ ഘട്ടത്തിലാണ് TPM-കാർ ഇതിന്റെ അബദ്ധം തിരിച്ചറിയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? തുടക്കം മുതൽ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കുറെ അത്ഭുതങ്ങളുണ്ട്. ഇവര് പറയുന്ന വാക്കുകൾക്ക് കുറെ ആധികാരികത തോന്നത്തക്കിയ കുറെ സംവിധാനങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. ഈ പഠിപ്പിക്കലുകൾക്കകത്ത് ഏതാണ്ട് അമാനുഷികത ഉള്ളതുപോലെ ജനത്തിന് തോന്നിയിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ ഒടുവിൽ അയാൾ തുണി അഴിച്ചു വെക്കുന്ന കാലത്തിലെങ്കിലും ഈ ജനത്തിന് കാര്യം ബോധ്യമായി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ ഇനിയെങ്കിലും TPM-കാർ മനസ്സിലാക്കണം, ആൽവിൻ പറഞ്ഞ സകല ഉപദേശങ്ങളും പരാജയപ്പെട്ടതാണ്, വചനവുമായി ബന്ധമില്ലാത്തതാണ്. പക്ഷേ ഒടുവിലത്തെ ഒരെണ്ണം മാത്രം നിങ്ങൾ മാറ്റിവെച്ച്, എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിന്റെ ഫലം മാത്രം അടർത്തി മാറ്റിവെച്ചിട്ട് വൃക്ഷത്തിനൊരു കേടുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് 100% പരാജയമാണ്. എന്ന് പറഞ്ഞാൽ പ്ലാവിലെ എല്ലാ ചക്കയും അടർത്തി മാറ്റി വെച്ചിട്ട് ഇത് പ്ലാവല്ല എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ മണ്ടത്തരമാണിത്. കാരണം കാലത്തിന്റെ തികവിങ്കൽ ഈ മരത്തിൽ ചക്കയെ കായ്ക്കൂ. നിങ്ങൾ ഇതിനകത്ത് മാങ്ങ കായ്പിക്കാൻ നോക്കിയാൽ കായ്ക്കുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പാസ്റ്റർ ആൽവിൻ കൊണ്ടുവന്ന ഉപദേശങ്ങളെ മുഴുവൻ നിങ്ങൾ എന്ന് കളയുന്നുവോ അന്ന് നിങ്ങളൊരു കൾട്ടല്ലാതായി മാറും. അല്ല, ഈ ഉപദേശങ്ങൾ മുഴുവൻ പോളിന്റെ പേരിൽ അവതരിപ്പിച്ചുകൊണ്ട് യന്ത്രകാലം നിങ്ങൾ നിലനിൽക്കുന്നുവോ, അവരുടെ പുസ്തകങ്ങളായി, അവരുടെ വെളിപ്പാടുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഈ ചുരുക്കം പുസ്തകങ്ങൾ, 17-18 പുസ്തകം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അത്രയും പുസ്തകങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് എത്ര നാൾ ജീവിക്കുന്നുവോ അത്രയും നാൾ ദുരുപദേശത്തിൽ തന്നെ, കൾട്ടായി തന്നെ ഈ TPM തുടരേണ്ടി വരുമെന്നതിന് സംശയം വേണ്ട. അപ്പൊ നമ്പർ 1, ഒരു അതോറിറ്റേറ്റീവ് ലീഡർ. ഇത് മറ്റൊരു സംഘടനയ്ക്കുമില്ല. യഹോവ സാക്ഷിക്കുണ്ട്, സ്റ്റാബത്തിനുണ്ട്, TPM-നുണ്ട്, മൊർമോനുണ്ട്, ക്രിസ്ത്യൻ ഫോഴ്സിനുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾക്ക് ഈ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഇഫ് യു ഹാവ് such kind of leader, we can define the church as cult. മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. 2, ഡിസ്റ്റോർട്ടഡ് ഡോക്ട്രിൻസ് ആണ്. എന്ന് പറഞ്ഞാൽ വഴിപിഴപ്പിച്ച ഉപദേശങ്ങൾ, തലതിരിഞ്ഞ ഉപദേശങ്ങൾ. ഇവർക്ക്
ഒരു തിയോളജി ഉണ്ടാകും. ഈ എല്ലാ കൾട്ടുകൾക്കുള്ള പ്രത്യേകത അങ്ങനെയാണ്. യഹോവ സാക്ഷിക്ക് അത്തരത്തിലൊരു തിയോളജി ഉണ്ട്. യഹോവ സാക്ഷി ട്രിനിറ്റി ബേസ്ഡ് ആയിട്ടാണ് അവരുടെ തിയോളജി അവർ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ ഒരു വെറും സൃഷ്ടിയായിട്ടും പരിശുദ്ധാത്മാവിനെ വെറും ശക്തിയായിട്ടും മാത്രം വ്യാഖ്യാനിക്കുന്ന ഒരു സാധനമാണ് അവരുടെ കയ്യിലുള്ള തിയോളജി. എന്നാൽ സെവന്ത് ഡേക്കുള്ള തിയോളജി നിയമങ്ങൾ മുഴുവൻ അനുസരിക്കണം, കൽപ്പനകൾ മുഴുവൻ അനുസരിക്കണം, പിന്നെ അതുവഴി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 4-ാം കൽപ്പനയും നമ്മൾ അനുസരിക്കണം. അതുവഴി സകല ജനത്തെയും അതിൽ കെട്ടിയിടുകയാണ്, ആ ഒരു മൂടൻ തിയോളജിയിൽ കെട്ടിയിടുകയാണ് എലൻ ജി വൈറ്റ് ചെയ്തത്. ഇന്ന് നടക്കുന്ന ആൾക്കാരെല്ലാം വൈറ്റിനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഈ സെവന്ത് ഡേ കാര്യം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ടി പി എമ്മിന്റെ തിയോളജി വിറ്റും വിട്ടും വിവാഹം കഴിക്കാതെയും പിന്നെ പൗരോഹിത്യം, കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ടി പി എമ്മിന്റെ ഡിസ്റ്റോർട്ടഡ് ഡോക്ട്രിൻസ് ആണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോ കാണുന്ന ഒരുവിധം കൊള്ളാന്നുള്ളതെല്ലാം അവരാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുകയും അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഡിസ്റ്റോർട്ടഡ് ഡോക്ട്രിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവര് പഠിപ്പിക്കുന്ന ആ എഴുത്തുകൾ അല്ലാതെ പുറത്തുള്ള ഒരൊറ്റ എഴുത്തും ആര് വായിക്കാൻ പാടില്ല? വിശ്വാസി വായിക്കാൻ പാടില്ല. ഇവരുടെ സുവിശേഷകർ വായിക്കത്തേയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബൈബിൾ കാനോനിസിറ്റി എന്താണെന്ന് ഇവർക്കറിയാവോ? സഭാ ചരിത്രം എന്താണെന്ന് ഇവർക്കറിയാവോ? തിയോളജിയുടെ ഡെവലപ്മെന്റ് എന്താണെന്ന് ഇവർക്കറിയാവോ? വാട്ട് ഈസ് തിയോളജി ഇവർക്കറിയാവോ? ദൈവശാസ്ത്രത്തിന്റെ ശാഖകളെ കുറിച്ച് അറിയാവോ? ഒന്നും അറിയില്ല. പിന്നെ ഇവർക്ക് എന്തോ അറിയാം? ഇവർക്ക് പോള് പറഞ്ഞു കൊടുത്ത കുറെ മണ്ടൻ ഉപദേശങ്ങളല്ലാതെ മറ്റൊന്നും ഇവർക്കറിയില്ല. ഫോർ എക്സാമ്പിൾ, പാസ്റ്ററൽ തിയോളജി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ശാസ്ത്ര ശാഖ തന്നെയുണ്ട്, പാസ്റ്ററൽ തിയോളജി. അതിനു വേണ്ടിയിട്ട് ബൈബിളിൽ അതിന് ബേസ് ഉണ്ട്. തീമത്യോസിന്റെ 2 ലേഖനങ്ങളും തീത്തോസും മാത്രം എടുത്തിട്ടെങ്കിലും നമുക്ക് പാസ്റ്ററൽ തിയോളജി ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യം ശുശ്രൂഷകൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. അതിന് കഴിഞ്ഞ ദിവസം ഒരു ടി പി എം വിശ്വാസി എന്നോട് പറഞ്ഞത്, കല്യാണം കഴിച്ചവരോടാണ് ആ പറയുന്നത്, ഒരു ഭാര്യ മാത്രമേ പാടുള്ളൂ, കല്യാണം കഴിക്കാത്തവര് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് ഇവരുടെ അഭിപ്രായം. എത്ര നൈപുണ്യത്തോടു കൂടിയാണ്, എത്ര ഉളുമ്പില്ലാതെയാണ് ഇമ്മാതിരി വ്യാഖ്യാനിക്കാൻ ഇവർക്ക് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ, പാസ്റ്റർ പോള് പറഞ്ഞ കാര്യം ശരിയാക്കാൻ വേണ്ടി എന്ത് കൊള്ളരുതായ്മ പറയാൻ ഇവർക്ക് മടിയില്ല. നിങ്ങൾ ഓർക്കണം, അവിടെ കൃത്യമായിട്ട് പറയുക, ശുശ്രൂഷകൻ അല്ലെങ്കിൽ അധ്യക്ഷൻ അല്ലെങ്കിൽ മൂപ്പൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം. 2 പാടില്ലെന്ന് അതിനകത്ത് 100% ഉറപ്പുള്ളപ്പോൾ തന്നെ ഒന്നുണ്ടാകണമെന്ന് നിർബന്ധമുണ്ട്. കാരണം സ്വന്തം കുടുംബത്തെ നടത്താൻ കഴിയാത്തവൻ എങ്ങനെ ദൈവസഭയെ പരിപാലിക്കും? അടുത്തവിടെ പറയുന്നുണ്ട്, മക്കളെ നന്നായി നടത്തുന്നവനായിരിക്കണം, അല്ലെ? അപ്പൊ ഒരു കുടുംബജീവിതം ഭംഗിയായി നടത്തുവാൻ കഴിയുന്ന ഒരാളായിരിക്കണം ഒരു സഭ നടത്തേണ്ടത്. ഒരു കുടുംബത്തെ നടത്താൻ ശേഷിയില്ലാത്തവന് സഭ നടത്താൻ കഴിയില്ലെന്ന് വളരെ കൃത്യമായി പൗലോസ്ലീഹൻ എഴുതി വച്ചിരിക്കുമ്പോഴും രാമൻകുട്ടിയും ആൽവിനും ചേർന്ന് ബുദ്ധിപൂർവം അതിനെ വളച്ചൊടിച്ചു എന്ന് മാത്രമല്ല, അതിനെ ഉപദേശമാക്കി മാറ്റി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ബൈബിൾ കൃത്യമായി പറയുന്ന കാര്യത്തെ വളരെ ബുദ്ധിപൂർവം വളച്ചൊടിക്കണമെങ്കിൽ ചെകുത്താനേ കഴിയത്തുള്ളൂ. ഏദൻ തോട്ടത്തിൽ കർത്താവ് ആദമിനെയും ഹവ്വയെയും കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പിശാച് വന്നിട്ട് പറഞ്ഞ എന്തുവാ? മരിക്കയില്ല, തീർന്നില്ല, നിശ്ചയം. കണ്ടോ? മരിക്കയില്ല, നിശ്ചയം. അതിനാ സ്ത്രീ പ്രതികരിച്ച എന്തുവാ? വൃക്ഷഫലം തിന്നരുതെന്നും പറഞ്ഞിട്ടുണ്ട്, തുടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഈ രണ്ടിടത്തും ഓരോ പടി കയറ്റിപ്പിടിക്കുക. ഇത് നമ്മൾ തിരിച്ചറിയണം. ടി പി എംകാര് പറയുന്ന അല്ലെങ്കിൽ രാമൻകുട്ടി പറയുന്ന ഈ ഉപദേശം 100% വ്യാജമാണ്. ചിലരൊക്കെ പറയാറുണ്ട് രാമൻകുട്ടി എന്ന് പറയുന്നു. ഇയാളെ രാമൻകുട്ടി എന്നല്ല പിന്നെന്താ പറയണ്ടേ? വാസ്തവത്തിൽ പാസ്റ്റർ പോൾ എന്ന് പോലും ഇയാളെ പറയാൻ പാടില്ല. ജനത്തെ മുഴുവൻ വഴിപിഴപ്പിച്ച ഒരു സമൂഹത്തെ തന്നെ ദൈവത്തിനെതിരായി നീക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നായകനായിരിക്കുന്ന അയാളെ പേര് പറഞ്ഞു പോലും പറയാൻ പാടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ രാമനിസമാണ്
TPM-കാർ ഫോളോ ചെയ്യുന്നത്. ആ ഫോളോ ചെയ്യുന്ന ഒരു വാക്യത്തിന് പോലും തിരുവഴുത്തിൽ ഇവർക്ക് അടിസ്ഥാനപ്പെട്ട് പറയാൻ കഴിയില്ല എന്നതിന് സംശയമേ വേണ്ട. ചുരുക്കി പറഞ്ഞാൽ, ആൽവിന്റെ കാലത്ത് ഒരുപാട് പേര് കുടുംബസ്ഥരായി ചെന്നിട്ട് അവരെ പിരിച്ച് പലയിടത്തായി വിട്ടു. ബൈബിൾ പറഞ്ഞ് നിങ്ങൾ നോക്കൂ, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? മറുപടി, പരസംഗം നിമിത്തം ഉപേക്ഷിക്കാം. പരസംഗം നിമിത്തവും സുവിശേഷ വേലയോടുള്ള താല്പര്യം നിമിത്തവും ഭാര്യയെ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിദ്വാന്മാര് പറയുന്നത് നമുക്ക് സ്വീകരിക്കാമായിരുന്നു. പക്ഷെ വളരെ കൃത്യമായി പരസംഗം നിമിത്തം അല്ലാതെ ഭാര്യ ഉപേക്ഷിക്കാൻ പാടില്ലെന്നും പൗലോസ് അതിനെ എടുത്തുദ്ധരിക്കുന്നു. നിങ്ങൾ ഭാര്യയുടെ അടുക്കൽ നിന്നും മാറിയിരിക്കരുത്. നിങ്ങൾ രഹസ്യ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം തമ്മിൽ പറഞ്ഞൊത്ത് മാറിയിരിക്കാം. പിശാചിടയിൽ പ്രവർത്തിക്കാതിരിക്കേണ്ടതിന് പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ തമ്മിൽ ചേർന്ന് കൊള്ളണമെന്ന് വചനം പറയുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ഒരു ഭീമമായ ദുരുപദേശം ജനത്തിന്റെ കണ്ണിൽ മുഴുവൻ മുളക് പൊടി വിതറിക്കൊണ്ട് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ശരിക്കും ഒന്നോ രണ്ടോ വാക്യങ്ങൾ മാത്രം സന്ദർഭം പോലും നോക്കാതെ അടർത്തി മാറ്റിക്കൊണ്ട് ജനത്തെ തെറ്റിക്കുവാൻ വേണ്ടി ചെകുത്താൻ ഉപയോഗിക്കുകയാണ്. ജനത്തെ അന്ധത പിടിപ്പിക്കുവാൻ വേണ്ടി ചെകുത്താൻ ഉപയോഗിക്കുകയാണ്. അതിന് കൂട്ടുനിന്നതാണ് ഈ രാമൻകുട്ടി. അങ്ങനെ രാമനിസമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന TPM-ന്റെ പരിപാടി. ഞാൻ ഈ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് ചില ഉപദേശിമാർക്ക് ഇഷ്ടപ്പെടാതെ വന്നതും അവര് TPM-നെ താങ്ങാൻ ഇറങ്ങിയത്. TPM-നെ താങ്ങാൻ ഇറങ്ങുന്നവരെല്ലാം ദൈവത്തിന്റെ അടി മേടിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്. TPM അറിയപ്പെട്ട തിരുവചന പ്രകാരം കൃത്യമായൊരു കൾട്ടാണെന്ന വസ്തുത നിങ്ങളെ അറിയിക്കേണ്ടി വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പലരും എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എന്റെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണമെന്ന്. ദയവായി നിങ്ങൾ ആരും അതിനുവേണ്ടി ഒരു റിസ്ക് എടുക്കണ്ട. ഞാൻ ഇത് പറഞ്ഞു എന്ന കാരണത്താൽ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഞാൻ ആരുടെയും വീട്ടിൽ വരാറില്ല. വരുന്നത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ല, നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ ഉദ്യമത്തിൽ നിന്ന് എനിക്ക് മാറാൻ കഴിയില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് ചെയ്യാതിരിക്കാനാവില്ല. അത്ര ബുദ്ധിപരമായിട്ടാണ് പിശാച് ഈ ജനത്തെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തിരുവഴുത്തുകളെ ആധാരമാക്കി പഠിക്കണം. തിരുവഴുത്തുകളെ ആധാരമാക്കി നിങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കണം. സംഘടനകളിൽ ഒട്ടിക്കിടക്കരുത്. അവിടുത്തെ സംവിധാനങ്ങളിലല്ല കിടക്കാൻ. അവിടുത്തെ സാമ്പാറിലും ഇറച്ചിയിലും നിങ്ങൾ മുങ്ങിപ്പോകരുത്. നിങ്ങൾ ഉപദേശത്തിലേക്ക് മടങ്ങണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. അപ്പൊ നമ്പർ 1, ഒരു ഓഥോറിറ്റേറ്റീവ് ലീഡർ ഉണ്ടായിരിക്കും. നമ്പർ 2, ഡിസ്റ്റോർട്ടഡ് ഡോക്ട്രിൻസ്. അപ്പൊ ഞാൻ അതിനകത്ത് തന്നെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. 1, അവരുടെ തിയോളജി. 2, അവരുടെ എഴുത്തുകൾ. അവരുടെ എഴുത്തുകൾ വിട്ട് മറ്റൊന്ന് വായിക്കാൻ വിശ്വാസിയെ അനുവദിക്കില്ല. മറ്റേതെങ്കിലും സംഘടന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? AG ആയിക്കോട്ടെ, IPSC ആയിക്കോട്ടെ, ഷാരോൺ ആയിക്കോട്ടെ, മറ്റിതര പ്രസ്ഥാനങ്ങളായിക്കോട്ടെ. ഇനി ഇതിൽ പോലും ഞാനൊരു ചർച്ചിലെ പാസ്റ്ററാണ്. എന്റെ ചർച്ചിൽ മറ്റൊരു ചർച്ചിൽ ആരാധനയ്ക്ക് പോകുന്നതിനെ ഞാൻ വിലക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കൾട്ട് തന്നെയാണ്. വിശ്വാസിക്ക് 100% സ്വാതന്ത്ര്യം വേണം. കാര്യം പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും. കൾട്ട് എന്തെന്ന് ജനത്തിന് പറഞ്ഞു കൊടുക്കണം. തിന്മ എന്തെന്ന് പറഞ്ഞു കൊടുക്കണം. നന്മ എന്തെന്ന് പറഞ്ഞു കൊടുക്കണം. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവനാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ബൈബിളിനെ കുറിച്ചുള്ള മറ്റൊരു പുസ്തകവും വായിക്കാൻ പാടില്ല. പുറത്തുള്ളതൊന്നും പഠിക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഞാൻ ഈ പുസ്തകം വായിക്കുന്നതിന്റെ ഒരു ശീലമാണ്. അങ്ങനെ ക്രിസ്ത്യൻ പുസ്തകങ്ങൾ എൻ്റെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നു താനും. അങ്ങനെ 1000-ലധികം പുസ്തകങ്ങൾ അന്നേ എനിക്കുണ്ടായിരുന്നു. അപ്പോ ഞാൻ അവിടെ TPM-ൽ 2 ഉപദേശിമാർ എന്റെ അടുക്കൽ വരികയും എന്റെ കയ്യിൽ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഒരു ഉപദേശി പുസ്തകം എടുത്തുകൊണ്ട് പോയി പല പ്രാവശ്യം വായിക്കുക എടുക്കുകയൊക്കെ ചെയ്തു. അയാൾ പിൽക്കാലത്ത് TPM വിട്ടുപോയി. അതിനുശേഷം ഒരു ഉപദേശി വന്ന് എന്റെ കയ്യിൽ നിന്ന് പല പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോയി. അപ്പൊ ഞാന് വീട്ടിൽ പറഞ്ഞു, ഇയാള് ഇതിനകത്തുള്ള പുസ്തകം വിട്ട് പുറത്തത് വായിക്കുന്നുണ്ടോ എങ്കിൽ ഇയാൾ ഇതിനകത്തുനിന്ന് പുറത്തു പോകും. നിങ്ങൾ അറിയണം, അന്ന് എനിക്ക് ഇത്രയും അറിവില്ല.
എനിക്ക് ഇത്രയും ഈ പ്രസ്ഥാനത്തെ കുറിച്ച് അറിവില്ല, കൾട്ട് എന്താണെന്ന് അറിവില്ല, ഒന്നും അറിവില്ല. പക്ഷേ എന്റെ ചെറുപ്പത്തിൽ ഞാൻ അന്ന് പറഞ്ഞു, ഇയാള് പുറത്തുള്ളത് വായിക്കുമെങ്കിൽ ഇയാള് ഈ സഭ വിട്ട് പുറത്തു പോയിരിക്കും. അത് തന്നെ സംഭവിച്ചു. അയാളും പുറത്തുപോയി. എനിക്ക് പറയാനുള്ളത് TPM-കാർ വിശ്വാസികൾ തന്നെ, നിങ്ങളുടെ ഈ പുതിയ നിയമ ശുശ്രൂഷയും എവരുടെ ജലസ്നാനവും എവരുടെ സമാഗമന കൂടാരവും എവരുടെ ദൈവിക രോഗശാന്തിയും വായിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്തുനിന്ന് കൃത്യമായി പുസ്തകത്തെ അപഗ്രഥിച്ചുള്ള ചില പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാൻ തുടങ്ങിയാൽ, ചില പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ മുൻവിധിയില്ലാതെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ ഈ പൈശാചിക പ്രസ്ഥാനം വിടുമെന്നതിന് ഒരു സംശയവും വേണ്ട. എന്നെ കേൾക്കുന്ന ഉപദേശിമാരും മദർമാരും ഇത് തിരിച്ചറിയണം. നിങ്ങൾ ഇവരുടെ ഈ മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണാടിയും വെച്ച് നടക്കാതെ നിങ്ങൾ ചില പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയാൽ, ഒന്നും വേണ്ട ബൈബിൾ മാത്രം വായിക്കാൻ തുടങ്ങിയാൽ, ഒന്നും വേണ്ട തീമത്യോസിന്റെ 1ഉം 2ഉം ലേഖനങ്ങളും തീത്തോസും മാത്രം വായിച്ചാൽ നിങ്ങൾ ഗുണം പിടിക്കുമെന്നതിന് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് പോളും ആൽവിനും തന്ന പുസ്തകങ്ങളും വെളിപ്പാടുകളും വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ തിരുവഴുത്ത് വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഗുണം പിടിക്കുമെന്നതിന് സംശയം വേണ്ട. ഞാൻ പറഞ്ഞു, ഇവർക്കൊരു തിയോളജി ഉണ്ടായിരിക്കും, ഇവർക്ക് എഴുത്തുകൾ ഉണ്ടായിരിക്കും. മറ്റത് ഫോൾസ് പ്രോഫസിയാണ്. ഫോൾസ് പ്രോഫസി എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നത് പോലെ ഭാവിയെ കുറിച്ചുള്ള പ്രവചനമൊന്നുമല്ല, ബൈബിളിനെ കുറിച്ച് ഇവര് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. മനസ്സിലായോ? അതിലൊന്നാണ് ഈ രാമൻകുട്ടി പറഞ്ഞ എല്ലാം വിട്ടും വിറ്റും ഇറങ്ങുന്ന പരിപാടി. നിങ്ങൾ അറിയണം, ഒരുവൻ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ തനിക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇവർ സൽഗുണപൂർണനാകാനല്ല ഇത് ചെയ്യുന്നത്, ഇവർ ശുശ്രൂഷകനാകാനാണ് ഇത് ചെയ്യുന്നത്. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണമെന്ന് പറയുമ്പോൾ ഇത് വിശ്വാസിക്കും ബാധകമാണ്, അല്ലാതെ ശുശ്രൂഷക്കാർക്കുള്ളതല്ല. വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് പറയുമ്പോൾ അത് ശുശ്രൂഷക്കാർക്കും കൂടി ഉള്ളതാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് പറയുമ്പോൾ അത് ശുശ്രൂഷക്കാർക്കും കൂടി ഉള്ളതാണ്. അപ്പൊ വളരെ വ്യക്തമായി തിരുവഴുത്ത് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോഴും ഇവകളെ കുറിച്ച് തെറ്റായി പഠിപ്പിക്കുന്നതിനെയാണ് ഫോൾസ് പ്രോഫസി എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ഇതിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ രഹസ്യ സ്വഭാവമാണ്. കൾട്ടുകൾക്കെല്ലാം ഒരു രഹസ്യ സ്വഭാവം കാണും. ഇതിന്റെ ഗുഡ് ആൻഡ് ആർക്കും അറിയാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും അറിയാമോ? ചർച്ചിലെ വിശ്വാസിക്ക് മെമ്പർഷിപ്പ് പോലുമില്ല. പൈസ എവിടെ കൂടെ വരുന്നു, എവിടെ കൂടെ പോകുന്നു ആർക്കും അറിയത്തില്ല. ഇതിന്റെ അകത്തെ ഉപദേശങ്ങൾ ആർക്കും അറിയത്തില്ല. ഇതിന്റെ അകത്തെ പെരുമാറ്റങ്ങൾ ആർക്കും അറിയത്തില്ല. വിശ്വാസിക്ക് അതിന്റെ ഔട്ടർ സർക്കിളിലെ നിൽക്കാനൊക്കത്തുള്ളൂ, ഇതിന്റെ അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ രഹസ്യ സ്വഭാവം ഇത് വളരെ ഡേഞ്ചറസ് ആണ്. ഈ രഹസ്യ സ്വഭാവമാണ് ഇതിനെ ഒരു കൾട്ടാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. മറ്റൊന്ന്, സാൽവേഷൻ, രക്ഷ നമുക്ക് ലഭ്യമാകണമെങ്കിൽ ചില പ്രവർത്തികൾ കൂടി ചെയ്യേണ്ടി വരുമെന്ന് പഠിപ്പിക്കൽ. ഇത് കൾട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധ ജീവിതം പൂർണ്ണമാക്കണമെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ല. പണിപാളി. നിങ്ങൾ ആ ഒറ്റ ഉപദേശം വെച്ച് നോക്കിയാൽ അറിയാം, വിശ്വാസി ഒരു കാലത്തും വിശുദ്ധനാകാൻ കഴിയില്ലാത്ത വിധം അവൻ മാറ്റപ്പെടുകയാണ്. മനസ്സിലായോ? വിശ്വാസിക്ക് ഒരു കാലത്തും വിശുദ്ധനാകാൻ കഴിയില്ല എന്ന് ഇവർ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. വിശ്വാസം അല്ലെങ്കിൽ രക്ഷ പ്രവൃത്തിയിലൂടെ മാത്രമാണ് സാധ്യമെന്ന് ഇവര് തന്നെ പറഞ്ഞെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വെള്ള ധരിച്ചിരിക്കണം, ഷേവ് ചെയ്തിരിക്കണം, വിവാഹം കഴിക്കാൻ പാടില്ല, വിറ്റും വിട്ടുമിരിക്കണം. ഈ ഒരു പരിപാടിയും വിശ്വാസികൾക്ക് കഴിയുന്നതല്ല. വിശ്വാസി മാക്സിമം ചെയ്യുന്നത് മീശ അടിച്ചു നോക്കും, പിന്നെ മാക്സിമം പറ്റുന്നത് വെള്ള എടുത്തു നോക്കും. ഇതിൽ മിക്കവാറും വെള്ള പുള്ളിയാണ് കൊടുക്കുന്നത്. എന്ത് പുള്ളിയായാലും ഇവരെ കൊണ്ട് ഇത്രേ പറ്റൂ. ഈ വിശ്വാസികൾ 100 വയസ്സായവരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, അവർ പറയും ഞങ്ങൾ പൂർണ്ണതപ്പെട്ടിട്ടില്ല. എന്ന് പൂർണ്ണതപ്പെടും? ഒരിക്കലും നടക്കുകയുമില്ല. ഇത്തരത്തിൽ മാനവകുലത്തെ മുഴുവൻ ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിനൊപ്പം തേജസ്സുള്ളവരാക്കി തീർക്കാൻ വേണ്ടി ക്രിസ്തു ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ വലിയ പദ്ധതിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കാലത്തും വിശ്വാസിക്ക് പൂർണ്ണതയിലെത്താൻ കഴിയില്ല എന്ന് ഉപദേശം ഇവരുടെ തലച്ചോറിനകത്തേക്ക് കുത്തി നിറയ്ക്കുകയാണ് ഈ ദുഷ്ടന്മാർ ചെയ്യുന്നത്.
ഇത് നിങ്ങൾ തിരിച്ചറിയണം സുഹൃത്തുക്കളെ, ഇത് തിരിച്ചറിയണം. മറ്റൊന്ന് ബ്രെയിൻ വാഷിംഗ് ആണ്. ഇവരുടെ ബ്രെയിൻ വാഷ് ചെയ്ത് കളയും. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുചെന്നാൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. വിവാഹം കഴിക്കാത്ത ഒരാൾ ഇങ്ങനെ ഇരിപ്പുണ്ട്, അയാൾ പറയുന്നതാണ് വേദവാക്യം. അയാൾക്ക് എവിടെന്നാ കിട്ടിയേ? ഈ ലിറ്ററേച്ചറുകളിൽ നിന്നാ കിട്ടിയേ. ലിറ്ററേച്ചറുകൾ എവിടെന്നാ? നേതാവിൽ നിന്നാ. അയാളിൽ തെറ്റാരംഭിച്ച് എഴുത്തുകളായി മാറി അടുത്ത തലമുറകൾ മുഴുവൻ അത് ചെയ്യുക. അപ്പൊ അവിടുത്തെ സിസ്റ്റം, ആ മെത്തപ്പായ ഇരിക്കുന്ന പരിപാടി, ആ ഡിസിപ്ലിൻ, അവിടുത്തെ സാമ്പാറും ഇറച്ചിയും, ഈ സെറ്റപ്പിലാണ് ജനം ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നത്. അവരോട് പറഞ്ഞു കൊടുക്കും, ഇതാണ് അപ്പോസ്തലിക ശുശ്രൂഷ. അങ്ങനെ ഒരു ശുശ്രൂഷ ബൈബിളിൽ ഇല്ല. അപ്പോസ്തലന്മാർ സഭയുടെ പാസ്റ്റർമാരായിട്ടല്ല ഇരുന്നത്. ഇവരെല്ലാം വിട്ടും സഭയുടെ പാസ്റ്റർമാരായിട്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നവൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം. സഭയെ നന്നായി ഭരിക്കാൻ കഴിവുള്ളവനായിരിക്കണം. സ്വന്തം മക്കളെ നേരെ ചൊവ്വേ വളർത്താൻ കഴിവുള്ളവനായിരിക്കണം. ഈ ഒരു മികവുകളും ഇല്ലാതെ സഭയുടെ പാസ്റ്ററായിട്ട് എങ്ങനെ ഇരിക്കും? ഇവര് പറയുന്നത് ഇവർ അപ്പോസ്തലന്മാരാണെന്ന്, പക്ഷെ ഇവർ സഭയുടെ പാസ്റ്റർമാരാ. മനസ്സിലായോ? വെറും വ്യാജമാണ്. ഇവരുടെ വർത്തമാനവും വ്യാജമാണ്, ഇവരുടെ വസ്ത്രവും വ്യാജമാണ്, ഇവരുടെ സ്വഭാവവും വ്യാജമാണ്, മൊത്തം വ്യാജമാണ്. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ, വെറും സഭാപാസ്റ്റർമാരായിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവർ, ഷണ്ണന്മാരല്ലാതിരിക്കെ, വരി ഉടച്ചിട്ടില്ലാതിരിക്കെ വരി ഉടച്ചവരെന്ന് കളവായി പറയുന്നവർ, വിശുദ്ധരല്ലാതിരിക്കെ വിശുദ്ധന്മാരെന്ന് കളവായി പറയുന്നവർ, ഓരോന്നെടുത്ത് നോക്കിയാൽ ഇത് മുഴുവൻ പൊള്ളത്തരമാണെന്ന് മനസ്സിലാവും. പക്ഷേ ജനത്തെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്യും. വരുന്ന ജനത്തോട് ഇതെന്തോ വലിയ സംഭവമാണെന്നും, ഇത് അപ്പോസ്തലിക ശുശ്രൂഷയാണെന്നും, ഇത് വിളിക്കപ്പെട്ടവരുടെ കൂട്ടമാണെന്നും, ഇവരുടെ പ്രതിഷ്ഠ ഭയങ്കരമാണെന്നും ഒക്കെ ആൾക്കാരെ പറഞ്ഞ് ബ്രെയിൻ സ്റ്റോമിംഗ് ആൻഡ് ബ്രെയിൻ വാഷ് ഇവർ ചെയ്യും. ഇതോടുകൂടി ആൾക്കാർ അതിൽ തലകീഴായി തീരും. ഇവർക്ക് ഈ പുസ്തകം ഒഴികെ മറ്റൊന്നും പഠിക്കാൻ പാടില്ല എന്ന് ഇവരെ പഠിപ്പിക്കും. ഇതിനകത്ത് വരുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് എക്സ്ക്ലൂസീവ്നെസ്. ഒന്ന്, ഞാൻ പറഞ്ഞു ഒരു ലീഡർ ഉണ്ടായിരിക്കും. രണ്ട്, ഞാൻ പറഞ്ഞു ഡിസ്റ്റോർട്ടഡ് ഡോക്ട്രിൻസ്. അതിലൊരു 4-5 ഐറ്റം ഞാൻ പറഞ്ഞു. 3, ഇതിനകത്തൊരു എക്സ്ക്ലൂസീവ് നേച്ചർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റെല്ലാരും മോശമാണ്, നമ്മൾ മാത്രമാണ് ശരി. മനസ്സിലായോ? ഇത് TPM-ന്റെ ഒരു സ്റ്റൈലാണ്, കൾട്ടുകളുടെ എല്ലാ സ്റ്റൈലാണ്, യഹോവ സാക്ഷിക്കാരുടെ സ്റ്റൈലാണ്, ശാബത്ത് മിഷന്റെ സ്റ്റൈലാണ്, മോർമോൺസിന്റെ സ്റ്റൈലാണ്, ക്രൈസ്റ്റഡാൽഫോസിന്റെ സ്റ്റൈലാണ്. എല്ലാ ദുരുപദേശ സംഘടനയുടെയും രീതിയാണ് നമ്മൾ മാത്രമാണ് വിശുദ്ധർ. അതുകൊണ്ട് അവർ മറ്റുള്ളവർക്ക് കൈ കൊടുക്കാൻ പോലും തയ്യാറാവില്ല, മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് കൂടാൻ തയ്യാറാവില്ല, അവരുടെ പുസ്തകം വായിക്കാൻ തയ്യാറാവില്ല, യാതൊന്നിനും അവർ തയ്യാറാവില്ല. കാരണം അവർ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളവരാ. പുറത്തുള്ള ആരുമായിട്ട് ഇടപഴകാൻ പാടില്ലെന്ന് മാത്രമല്ല, അവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ഇവിടത്തെ ഉപദേശം ചോദ്യം ചെയ്യാനും പാടില്ല. ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഇവരുടെ പുതിയ നിയമ ശുശ്രൂഷയുടെ അടിസ്ഥാന ഉപദേശം അതാണ്: നടത്തിപ്പുകാരെ കീഴ്പ്പെട്ടിരിക്കുക. ഇതാണ് കൾട്ടിന്റെ ഒരു പ്രത്യേകത. താലിബാനെ കുറിച്ചറിയാവോ? ഹമാസിനെ കുറിച്ചറിയാവോ? ഹിസ്ബുള്ളയെ കുറിച്ചറിയാവോ? ഹൂദികളെ കുറിച്ചറിയാവോ? ഇവർക്കെല്ലാം ഇത് തന്നെയാണ് രീതി. നേതാവ് പറയുന്നത് മിണ്ടാതെ നിന്ന് അനുസരിച്ചോണം. നോ മോർ ക്വസ്റ്റ്യൻസ്. മുഹമ്മദ് നബി എന്ത് പറഞ്ഞോ അത് കേട്ടോണം. വെട്ടാൻ പറഞ്ഞോ വെട്ടിക്കോണം. അതാണ് ഒരു പ്രസംഗത്തിൽ ബാലുശ്ശേരി പറഞ്ഞത്. മുഹമ്മദ് നബി തലയരിയുന്നത് പോലും കാരുണ്യത്തിന്റെ ഭാഗമാണ്. എത്ര മനോഹരമായിട്ടാണ് ഇവനൊക്കെ പൊല്യൂട്ടഡ് ആയിരിക്കുന്നത്, ടോക്സിക് ആയിരിക്കുന്നത്. അവകൾ ചോദ്യം ചെയ്യാൻ ഇന്ന് ജനം തയ്യാറായി. സോഷ്യൽ മീഡിയയുടെ സ്ട്രെങ്ത് അവിടെയാണ്. ജനം ചോദ്യം ചെയ്യാൻ തയ്യാറായി, അല്ലേ? ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ഞാൻ ചോദ്യം ചെയ്യാൻ തയ്യാറായാൽ എന്റെ വീട്ടുകാർ പറയും, നിനക്ക് ദൈവത്തിന്റെ ശാപമുണ്ടാകും. ദൈവദാസന്മാരെ, വിശുദ്ധന്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതിനകത്തൊരു ചുക്കുമില്ല. യഹോവ ഭക്തന്മാരെ ആദരിക്കണം, വഷളനെ നിന്ദ്യനായി എണ്ണണം. ഒരു പ്രശ്നവും സംഭവിക്കില്ല. ഉപദേശിമാര് നിങ്ങളെ വിരട്ടരുത്, ആരും നിങ്ങളെ പേടിപ്പിക്കരുത്. നിങ്ങൾ പുരുഷത്വമുള്ളവരായിരിക്കണം. എന്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ യവന്മാരുടെ ആൾക്കാർ വന്ന വീഡിയോ അതിന് കമന്റ് ഇട്ടത് ശാപം വരും, ഒരു ചൂക്കും വരികയല്ല. ഞാൻ ഈ TPM-നെതിരെ, ഈ ദുരുപദേശത്തിനെതിരെ, ഈ കൾട്ടിനെതിരെ ഞാൻ സംസാരിക്കുന്നത് കൊണ്ടും ഇവകളെ തുറന്നു കാണിച്ച് ജനത്തിന് അതിനകത്തുനിന്ന് രക്ഷപ്പെടാനും മറ്റുള്ളവർ അതിനകത്തേക്ക് പെട്ടുപോകാതിരിക്കാനും എന്നാൽ കഴിയുമെന്നുള്ളത് ഞാൻ ചെയ്യുന്നു എങ്കിൽ അതെനിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരു പ്ലസ് പോയിന്റ് ആകുമെന്ന്
100% ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ യുദ്ധത്തിൽ തന്നെയാണ്. ആ യുദ്ധത്തിന് എന്നെ ദൈവം വിളിച്ചു, എന്നെ വിശ്വസ്തനെന്ന് എന്നെ ഏൽപ്പിച്ചുവെങ്കിൽ ഐ വിൽ ഡു ദാറ്റ്. എനിക്കത് ചെയ്തേ മതിയാകൂ. അത് ചെയ്യുമ്പോഴാണ് കർത്താവ് എന്നെ മാനിക്കുന്നതും അനുഗ്രഹിക്കുന്നതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെകുത്താന്റെ പദ്ധതികൾ മുഴുവൻ കണ്ടിട്ട് അവിടെ ഞാൻ വിധേയനായി നിൽക്കുന്നത് ഭീരുത്വമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എക്സ്ക്ലൂസീവ്നെസ് മറ്റൊരു പ്രശ്നമാണ്. നമ്പർ 4, ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ മറ്റെല്ലാത്തിൽ നിന്നും വേർപെടുത്തും. അതാണ് കൾട്ടിന്റെ ഒരു പ്രത്യേകത. കൾട്ടിന്റെ ഒരു പ്രത്യേകത മറ്റാരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തത്തില്ല. ഇവർ എക്സ്ക്ലൂസീവായിട്ട് നിൽക്കും. അടുത്തതൊന്ന് ഐസൊലേഷനാണ്. മറ്റെല്ലാത്തിൽ നിന്നും ഇവര് വേർപെട്ട് നിൽക്കും. മനസ്സിലായോ? എല്ലാത്തിൽ നിന്നും വേർപെട്ട് നിൽക്കും. മറ്റൊരിടത്തൊന്നും ഒരു ഇൻഫർമേഷനും എടുക്കാൻ ഇവരെ സമ്മതിക്കത്തില്ല. മറ്റു തരം ആൾക്കാരുമായി ഒരു റിലേഷൻഷിപ്പും വെക്കാൻ ഇവരെ സമ്മതിക്കത്തില്ല. ക്രിട്ടിക്കലായി ചിന്തിക്കാൻ, യുക്തിപരമായി ചിന്തിക്കാൻ ഇവരെ അനുവദിക്കില്ല. ഇതൊക്കെയാണ് ഒരു കൾട്ടിന്റെ പ്രത്യേകത. യഹോവ സാക്ഷിക്കാർ ക്രിട്ടിക്കലായി ചിന്തിക്കില്ല. സെവന്ത് ഡേക്കാർ ക്രിട്ടിക്കലായി ചിന്തിക്കില്ല. TPMകാർ ക്രിട്ടിക്കലായി ചിന്തിക്കില്ല. എന്തവരുടെ നേതാക്കന്മാർ പറഞ്ഞു അതിനെ അന്ധമായി വിഴുങ്ങുക, ആ ഛർദിൽ മുഴുവൻ ഒട്ടും കളയാതെ നക്കി തുടച്ച് വിഴുങ്ങുക, അല്ലാതെ പുറത്തൊന്ന് തിരിഞ്ഞു നോക്കാൻ ഇവറ്റകൾ തയ്യാറാവുകയില്ല. ഈ ഛർദിലിനെ പായസം എന്ന് പറഞ്ഞു കൊടുത്താൽ ഇവന്മാര് നക്കിയെടുക്കുമെന്നല്ലാതെ ഒറിജിനൽ പായസം പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇവന്മാര് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവില്ല. അതാണ് കൾട്ടിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലായി, ഇനി ഒരുപാട് വിശദീകരണങ്ങൾ വരും വീഡിയോസ് ഞാൻ പറയും. ഏറ്റവും ഒടുവിലായി ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവരെ വൈകാരികമായി മാനിപ്പുലേറ്റ് ചെയ്യും. വൈകാരികമായി. ഇപ്പൊ ഇവരവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാലോ, TPMന്റെ ആ സെറ്റപ്പിലേക്ക് ചെന്നാൽ വൈകാരികമായി ഇവരടുക്കും. അവിടെ ചെല്ലുമ്പോൾ വിശുദ്ധന്മാരെന്ന് പറഞ്ഞ ഒരു ടീം അവിടെ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. അവർ വിവാഹം കഴിച്ചിട്ടില്ല, വിട്ടുമൊക്കെ വന്നവരാണ്. അതാണ് അവരുടെ ചെരുപ്പ് ചുമക്കുന്നത് പോലും ഇവർ വലിയ കാര്യമായിട്ടാണ് എടുക്കുന്നത്. ശിമോൻ യേശുവിന്റെ ക്രൂശ് ചുമന്നത് പോലെയാണ് യവന്മാരുടെ ഈ ഷണ്ണന്മാരുടെ ചെരുപ്പ് ചുമക്കുന്നതെന്നാണ് യവന്മാരുടെ വിചാരം. മേല് തടവി കൊടുക്കുന്നതെന്നാണ് യവന്മാരുടെ വിചാരം. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. എന്നെ കൊണ്ട് യവന്മാർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വയസ്സായവരും വയ്യാത്തവർക്കും സഹായിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ചുക്കും ഇല്ലാത്തവന്മാര് കസേരയിൽ ഇരുന്നിട്ട് തലയെ കൂടി ഞാൻ കിണറിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇവന്മാര് വിശുദ്ധന്മാരാണെന്ന് അഭിനയിച്ചിരുന്നു കൊണ്ട് ഈ പാവപ്പെട്ടവരെ മാനിപ്പുലേറ്റ് ചെയ്യും. ഇവരെ ഒരുപാട് ഇവര് സ്വാധീനിക്കും. ഇതൊരു വലിയ അപകടം പിടിച്ച കാര്യമാണ്. 2, ഇവരുടെ മുഴുവൻ സെറ്റപ്പ് ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ്. ആൾക്കാരെ മുഴുവൻ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന തലത്തിലാണ് ഇവരുടെ എല്ലാ സെറ്റപ്പും. ഇവരുടെ സംസാര രീതി, ഇവരുടെ ആഹാര ക്രമീകരണം, ഇവന്മാരൊക്കെ പറഞ്ഞില്ലേ, പലവന്മാരും പറഞ്ഞില്ലേ, അവരുടെ ഡിസിപ്ലിൻ, ഇതെല്ലാം ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവ വികാസങ്ങളാണ്. ഈ ആകർഷണം മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്തൊരു ചുക്കുമില്ല. ഈ നടപ്പിലും മട്ടിലും പടത്തിലും കാണിക്കുന്ന സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് യാതൊന്നുമില്ല. ഇത് മുഴുവൻ ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു കൾട്ടാണ്. വചനം മുഴുവൻ മലർത്തി വച്ച് നിങ്ങൾ ഇതിനെ ഒന്ന് പരിശോധിച്ചു നോക്കിയേ. നിങ്ങൾക്ക് ഇതിനെ ഒറ്റ നോട്ടത്തിൽ കൾട്ടാണെന്ന് തിരിച്ചറിയാൻ പറ്റും. 5 or 10 വാക്യങ്ങൾ മാത്രമാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ. ബാക്കിയുള്ള മുഴുവൻ വാക്യങ്ങളെയും ഇവർ മറ്റ് ദിശയിലേക്ക് തിരിച്ചുവിട്ട് ഇതിന്റെ കൃത്യമർത്ഥം നമ്മൾ തിരിച്ചറിയാത്ത രീതിക്ക് ഇവർ നമ്മുടെ കണ്ണിനെ കുരുടാക്കി കളയുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഏദനിൽ സർപ്പം ഹവ്വായോട് പറഞ്ഞതുപോലെ മരിക്കത്തില്ല നിശ്ചയം എന്ന് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ പരാജയപ്പെടുത്തുകയാണ്. ഇവകളിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും. 1, ഒരു ലീഡർ ഉണ്ടായിരിക്കും. അത് TPMന് കൃത്യമായിട്ടുണ്ട്. 2, ഡിസ്റ്റോർട്ടഡ് ഡോക്ട്രിൻസ് അല്ലെങ്കിൽ ടോക്സിക് ഫെയ്ത്ത് എന്ന് ഞാൻ അതിനെ പറയും. ഇത് രണ്ടും കൃത്യമായിട്ട് അതിനകത്തുണ്ട്. അതിൽ ഞാൻ പല ശാഖകളും ഓർപ്പിച്ചു. നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കേൾക്കുക. ഈ വീഡിയോസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തുടരെ കേൾക്കുക. നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. 3ാമത്തത് എക്സ്ക്ലൂസീവ്നെസ് ആണ്. എന്ന് പറഞ്ഞാൽ മറ്റെല്ലാത്തെയും പുറത്താക്കിയിട്ട് ഇതിനെ മാറ്റി നിർത്തുന്ന ഒരു ഇടപാട്. 4, ഐസൊലേഷൻ ആണ്. ഇവരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു പരിപാടി. 5ാമത്തേത് മാനിപ്പുലേഷൻ ആണ്. ഇവകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഓരോ ഭാഗങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാൽ TPM കൃത്യമായ ക്വാളിറ്റിയുള്ള ഒരു കൾട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടുവാൻ ശ്രമിക്കുക. ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ പ്രാപിക്കാൻ ശ്രമിക്കുക. പ്രവർത്തിയാലുള്ള വിശുദ്ധി അല്ല നമുക്ക് വേണ്ടത്, ക്രിസ്തു നമുക്ക് നൽകുന്ന വിശുദ്ധിയാണ് നമുക്ക് വേണ്ടത്. പൗലോസ് എടുത്തു പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വന്തം നീതിയല്ല,
കർത്താവ് വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ പ്രാപിച്ച് എനിക്ക് അവരിൽ ഇരിക്കണം. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ ഈ മുഴുവൻ വാക്യങ്ങളെയും ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ട് മനുഷ്യനെ പരാജയത്തിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ കൾട്ടിനെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. അതിനോട് ചേർന്ന് യഹോവ സാക്ഷികളെയും ശബത്തുകളെയും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ നിൽക്കുന്ന സഭ ഇമാതിരി ഒരു കൾട്ടാണോ എന്ന് നിങ്ങൾ വിലയിരുത്തി നോക്കുക. ആണെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടുക, രക്ഷപ്പെടുക. ഏറ്റവും ഒടുവിൽ ഒരു വാക്കുകൂടി പറയാതിരിക്കാനൊക്കെ ഇല്ല. കൾട്ടുകളുടെ പിറകിലെ കൃത്യമായ ശക്തി ചെകുത്താനാണ്, ദൈവമേ അല്ല, കൃത്യം ചെകുത്താനാണ്. ചെകുത്താൻ ചെയ്യുന്ന 3 പരിപാടികൾ: 1 വഞ്ചിക്കുന്നു, 2 വശീകരിക്കുന്നു, 3 വഴിതെറ്റിക്കുന്നു. TPM ഇത് 3ഉം ചെയ്യുന്നു എന്നുള്ളതിന് സംശയമേ വേണ്ട. വഞ്ചിക്കുകയും വശീകരിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്തുകൊണ്ട് മാനവകുലത്തെ മുഴുവൻ നാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി രാമൻകുട്ടിയിലൂടെ ചെകുത്താൻ ചുരത്തിവിട്ട വിഷമാണ്, വൈറസാണ് ഈ TPM എന്ന് പറയുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയുക, ഉപദേശങ്ങളെ വിലയിരുത്തുക, പഠിക്കുക, മനസ്സിലാക്കുക, നിത്യജീവനെ പ്രാപിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. ഒരു വാക്കുകൂടി പറയാനെങ്കിൽ എനിക്ക് കയറി വരികയാണ്. നിങ്ങൾക്കറിയാം, ഇവരുടെ വിശുദ്ധി എന്ന് പറയുന്നത് വെള്ളക്കുപ്പായമാണ്. ഇത് വിശ്വാസി ധരിച്ചാലേ സ്വർഗത്തിൽ പോകുള്ളൂ. ഇവരുടെ വിശുദ്ധി എന്ന് പറയുന്നത് കല്യാണം കഴിക്കാതിരിക്കലാണ്. ഇത് നിങ്ങൾക്ക് കഴിയുമോ? എങ്കിലേ സ്വർഗത്തിൽ പോക്ക് നടക്കത്തുള്ളൂ. ഇവരുടെ വിശുദ്ധി എന്ന് പറയുന്നത് ബൊലോറ വരെ വാഹനം ഉപയോഗിക്കാവൂ. ഇതൊക്കെ എവിടെയാണ് ഇതിന്റെ ബേസ് എന്നൊന്നും എന്റെ അടുത്ത് ചോദിക്കരുത്. മഹേന്ദ്രക്കാരൻ ബൊലോറ ഇറക്കാതിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു എന്ന് എനിക്കറിയില്ല. ടാറ്റയുടെ സുമോയും മഹേന്ദ്രയുടെ ബൊലോറയും വരെ മാത്രമേ ഉപയോഗിക്കാവൂ. വിശ്വാസികളെ, നിങ്ങൾ ഉപയോഗിക്കുന്നത് BMW, ജാഗ്വാറും ഹോണ്ട സിറ്റിയും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളൊന്ന് തിരിച്ചറിയണം, ഈ വിശുദ്ധന്മാർ പോകുന്നിടത്ത് നിങ്ങൾക്ക് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധനാകണമെങ്കിൽ, TPM എന്ന കൾട്ടിൽ നിങ്ങൾക്ക് വിശുദ്ധനാകണമെങ്കിൽ നിങ്ങൾ ഭാര്യ ഉപേക്ഷിക്കണം, നിങ്ങളുടെ ഭർത്താവിനെ ഉപേക്ഷിക്കണം, നിങ്ങളുടെ കാറുകൾ ഉപേക്ഷിച്ച് ബൊലോറോ കാർ മേടിക്കണം, നിങ്ങളുടെ കുപ്പായങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം, നിങ്ങളുടെ വസ്തുവകകൾ വിറ്റ് നിങ്ങൾ സംഘടനയ്ക്ക് കൊണ്ടുകൊടുക്കണം. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും വ്യക്തമായ, ഇത്രയും പച്ചയ്ക്ക് ഇവന്മാര് ദുരുപദേശം വാരി വിതറിയിട്ടും തിരിച്ചറിയാൻ കഴിയാതെ അന്ധരായി ജീവിക്കുന്ന ജനത്തെ ഓർത്ത് സഹതാപം തോന്നുന്നു. മാനസാന്തരപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.